കോഴിക്കോട് ഫറോക്കിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ആരംഭിച്ചു. 4 വരിപ്പാത സൗകര്യത്തോടെ ആധുനിക നിലവാരത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. 2026 പുതുവത്സര സമ്മാനമായി പാലം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ചെറുവണ്ണൂർ പോസ്റ്റ് ഓഫീസ് പരിസരം മുതൽ പെട്രോൾ പമ്പ് വരെ 720 മീറ്റർ ദൂരത്തിലാണ് മേൽപ്പാലം പണിയുന്നത്. കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ മേൽപ്പാലത്തിന് 85.2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സർവേ, മണ്ണുപരിശോധന തുടങ്ങിയ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡ്, സർവീസ് റോഡ് എന്നിവ ഉൾപ്പെടെ 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത്. അടുത്ത ഘട്ടമായി മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനും ആരംഭിച്ചു. ചെറുവണ്ണൂർ പാലം നമുക്ക് കരുണ ആശുപത്രി മുതൽ ഏകദേശം ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള 900 മീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള വലിയ പാലമാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണെന്ന് ആരംഭിക്കുന്നത്. ഇതിനോട് എല്ലാവരും സഹകരിച്ചു. വ്യാപാരികൾ, നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ചേർന്ന് അത് ഒക്കെ നല്ല നിലയിൽ നടന്നു. ഇനി പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. 4 വരിപ്പാത സൗകര്യത്തോടെ ആധുനിക നിലവാരത്തിൽ സജ്ജമാക്കുന്ന പാലം പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗമാണ് രൂപകൽപ്പന ചെയ്തത്. പാലത്തിന്റെ അടിയിലെ ഭാഗം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഇടങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികളും പരിഗണനയിലുണ്ട്. മേൽപ്പാലം വരുന്നതോടെ നഗരത്തിലേക്കുള്ള ദീർഘദൂര ബസ്സുകൾ, ടാങ്കർ കണ്ടെയ്നർ ലോറികൾ, കാറുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് പാലം വഴി പോകാനാകും. ഇതോടെ നഗരത്തിലെ വലിയ ഗതാഗതക്കുരുക്കിനാണ് പരിഹാരമാകുക. 4 പതിറ്റാണ്ടായി ഈ നാട് ആഗ്രഹിച്ച പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പൂർണ്ണ സഹകരണമുള്ളതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തീകരിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ. ML നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.